നമസ്കാരം. യുകെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബ്രിട്ടനിൽ 55 മൈൽ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചു. ന്യൂകാസലിന് തെക്ക്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ്, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ ഇന്ന് രാത്രി 10 മണി വരെ പ്രതികൂല കാലാവസ്ഥ നീണ്ടുനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശക്തമായ കാറ്റ് റോഡുകൾ, ട്രെയിനുകൾ, ഫെറികൾ, ഫ്ലൈറ്റുകൾ എന്നിവയുടെ യാത്രകൾക്ക് തടസ്സമുണ്ടാക്കുമെന്നും പവർ കട്ടിന് കാരണമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാജ്യത്ത് ഇടിമിന്നലും കനത്ത മഴയും ശക്തമായ കാറ്റും ഉണ്ടാകും. വൈകുന്നേരത്തോടെ മഴയ്ക്ക് ശമനം ഉണ്ടാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ബ്രിട്ടന്റെ ആരോഗ്യ സേവനമായ NHS നിലവിൽ വരുന്നതിന് മുമ്പുള്ള കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന NHS ആശുപത്രികൾക്ക് അടിയന്തര അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ് എന്ന് ബ്രിട്ടീഷ് നിയമനിർമ്മാതാക്കൾ മുന്നറിയിപ്പ് നൽകി. മെയിൻ്റനൻസ് ബാക്ക്ലോഗ് ഇംഗ്ലണ്ടിൽ മൊത്തം £11.6 ബില്യൺ വരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. NHS ഡിജിറ്റൽ ഡേറ്റയുടെ വിശകലനം കണ്ടെത്തിയത് പ്രകാരം ഇംഗ്ലണ്ടിലെ 211 NHS ട്രസ്റ്റുകളിൽ കുറഞ്ഞത് 4/1 കെട്ടിടങ്ങളെങ്കിലും NHS സ്ഥാപിതമായ 1948 മുമ്പ് നിലനിന്നിരുന്നതാണ് എന്നാണ്. ബിൽഡിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി 40 പുതിയ ആശുപത്രികൾക്കായി 2020 ടോറി മന്ത്രിമാർ വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും 2030 പദ്ധതി പൂർത്തിയാകില്ലെന്ന് നാഷണൽ ഓഡിറ്റ് ഓഫീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. NHS കെട്ടിടങ്ങളുടെ മോശമായ അവസ്ഥ രോഗികൾക്കും ജീവനക്കാർക്കും ദുരിതം സൃഷ്ടിക്കുകയാണ്. HMRC നൽകുന്ന ആനുകൂല്യമായ ചൈൽഡ് ബെനഫിറ്റ് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് നഷ്ടമായേക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ചില ആളുകൾ അർഹതയുണ്ടായിട്ടും ചൈൽഡ് ബെനഫിറ്റിന് അപേക്ഷിക്കുന്നില്ലെന്നും അവർ പറയുന്നു. ആദ്യ കുട്ടിക്ക് പ്രതിവർഷം £1331 പിന്നീടുള്ള കുട്ടികൾക്ക് പ്രതിവർഷം £881 ചൈൽഡ് ബെനഫിറ്റ്. HMRCയുടെ ആപ്പ് വഴിയോ ഓൺലൈൻ വഴിയോ ആയി ഇതിന് അപേക്ഷിക്കാം. ഏകദേശം 7,65,000 രക്ഷിതാക്കൾ ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിട്ടും ഇനിയും അപേക്ഷിച്ചിട്ടില്ലെന്ന് പോളിസി ഇൻ പ്രാക്ടീസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു. ഇതിനെ തുടർന്ന് ഈ ആനുകൂല്യത്തിന് അർഹതയുള്ളവർ ഉടനടി അപേക്ഷിക്കണമെന്ന് X പ്ലാറ്റ്ഫോമിലൂടെ HMRC ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ആനുകൂല്യത്തിനായി പുതുതായി അപേക്ഷിക്കുന്നവർക്ക് HMRC ആപ്പ് വഴിയോ ഓൺലൈനായോ അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് UK ഗവൺമെന്റ് വെബ്സൈറ്റിൽ ചൈൽഡ് ബെനഫിറ്റ് എന്ന് സെർച്ച് ചെയ്യുക. പാഴ്സൽ ഡെലിവറിക്കിടെ ഇന്ത്യൻ വംശജനായ യുവാവിനെ തെരുവിലിട്ട് വെട്ടിക്കൊന്ന 5-അംഗ സംഘത്തിന് 122 വർഷം ജയിൽ ശിക്ഷ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 21-നാണ് 23-കാരൻ ഓർമാൻ സിംഗിനെ സംഘം വെട്ടിക്കൊന്നത്. അതിക്രൂരമായ കൊലപാതകം പൊതുമുഖത്ത് നടത്തിയ വധശിക്ഷ പോലെയാണ് തോന്നിച്ചതെന്ന് സ്റ്റാഫോർഡ് ക്രൗൺ കോടതി ജഡ്ജി വ്യക്തമാക്കി. ഹർഷിദീപ് സിംഗ്, ജഗ്ദീപ് സിംഗ്, ശിവ്ദീപ് സിംഗ്, മജ്ദൂർ സിംഗ് എന്നിവരെയാണ് വിചാരണയിൽ കുറ്റവാളികളായി കണ്ടെത്തിയത്. റോസ്ബറിയിലെ തെരുവിൽ ഗുണ്ടാസംഘത്തിന്റെ ആക്രമണത്തിനിരയായ ഡെലിവറി ഡ്രൈവർ രക്തം വാർന്നാണ് മരണത്തിന് കീഴടങ്ങിയത്. സമൂഹമാധ്യമങ്ങൾ വർത്തമാനകാല സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല. വളരെ ഉപകാരപ്രദമായ ധാരാളം കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചുരുക്കം ചിലരെങ്കിലും ഈ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുമുണ്ട്. ഇത്തരം ദുരുപയോഗങ്ങൾക്ക് കൂടുതലായി ഇരകളാകുന്നത് കുട്ടികളുമാണ്. ഇത് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് സർക്കാർ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്താൻ തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കുട്ടികളെ സൈബർ ലോകത്തിലെ ചതിക്കുഴികളിൽ നിന്നും രക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കുട്ടികൾ സ്മാർട്ട് ഫോണുകൾ വാങ്ങുന്നതും നിരോധിച്ചേക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ഫേസ്ബുക്ക് ഉടമകളായ മെറ്റ തങ്ങളുടെ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി ബ്രിട്ടനിൽ 16-ൽ നിന്നും 13-ആയി കുറച്ചത്. ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ തീരുമാനമായിരുന്നു ഇത്. ഇപ്പോൾ സർക്കാരിന് മുൻപിൽ വന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഈ മാസം അവസാനിക്കുന്നതിന് മുൻപായി പ്രസിദ്ധപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കേരള അപ്ഡേറ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കെട്ടിയ വടം കഴുത്തിൽ കുരുങ്ങി കൊച്ചിയിൽ യുവാവിന് ദാരുണാന്ത്യം. ഇന്നലെ രാത്രിയോടെയാണ് ബന്ധപ്പെട്ട അധികാരികളുടെ അശ്രദ്ധയിൽ ഒരു വിലപ്പെട്ട ജീവൻ കൂടി നിരത്തിൽ പൊലിഞ്ഞത്. വടുതല സ്വദേശിയായ മനോജ് ഉണ്ണി 28 മരണപ്പെട്ടത്. സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന മനോജ് വടം കെട്ടിയത് കാണാതെയാണ് അപകടം സംഭവിച്ചത്. പള്ളിമുക്ക് ജംഗ്ഷനിൽ വെച്ചായിരുന്നു രാത്രി 10 മണിയോടെ അപകടം നടന്നത്. മോദിയുടെ വരവ് പ്രമാണിച്ച് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി MG റോഡിൽ വാഹന ഗതാഗതം നിരോധിച്ചിരുന്നു. അതിനായി കെട്ടിയ വടത്തിൽ കുരുങ്ങിയാണ് മനോജ് അപകടത്തിൽപ്പെട്ടത്. കാലാവസ്ഥ. ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില 11 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 7 ഡിഗ്രി സെൽഷ്യസുമാണ്. വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക.